Hi dear friends, welcome back to Alex E Academy. ഈ ഒരു ലെക്ചറിൽ CET 302 സ്ട്രക്ചറൽ അനാലിസിസ് 2 സെക്കൻഡ് മോഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ സെക്കൻഡ് മോഡ്യൂളിലെ ഫസ്റ്റ് ലെക്ചറാണ്. ബേസിക്കലി നമുക്ക് സെക്കൻഡ് മോഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് മെത്തേഡ് ഓഫ് അനാലിസിസ് ഓഫ് ഫ്രെയിംസ് വിത്ത് ലാറ്ററൽ ലോഡ്സ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ അപ്രോക്സിമേറ്റ് മെത്തേഡ് ഓഫ് അനാലിസിസ് ഓഫ് വെർട്ടിക്കൽ ലോഡ്സ് മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡാണ് ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചത്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ടോപ്പിക്കാണ് സെക്കൻഡ് മോഡ്യൂളിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ അപ്രോക്സിമേറ്റ് മെത്തേഡ് ഓഫ് അനാലിസിസിലെ വെർട്ടിക്കൽ ലോഡ്സ് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചു. അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡ്. ഓക്കെ, ഇനി സെക്കൻഡ് മോഡ്യൂളിൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്രോക്സിമേറ്റ് മെത്തേഡ് ഓഫ് അനാലിസിസ് ഓഫ് ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ലാറ്ററൽ ലോഡ്സ് ആണ്. അതിൽ നമുക്ക് സിലബസിൽ പഠിക്കാനായിട്ടുള്ളത് പോർട്ടൽ മെത്തേഡും കാൻഡിലിവർ മെത്തേഡുമാണ്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ അപ്രോക്സിമേറ്റ് മെത്തേഡ് ഓഫ് അനാലിസിസ് ഓഫ് ഫ്രെയിംസ് ആണ്. അതിൽ വെർട്ടിക്കൽ ലോഡ്സിൻ്റെ അനാലിസിസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡ് വെച്ച് ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചായിരുന്നു. സെക്കൻഡ് മോഡ്യൂളിൽ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പോർട്ടൽ മെത്തേഡാണ്. അതിനുശേഷം നമുക്ക് കാൻഡിലിവർ മെത്തേഡും ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് മോഡ്യൂളിലെ ഫസ്റ്റ് പോർഷൻ്റെ സിലബസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്രോക്സിമേറ്റ് മെത്തേഡ്, അതിൻ്റെ കണ്ടിന്യൂഷൻ, വിൻഡ് ലോഡ് അനാലിസിസ് ഓഫ് മൾട്ടി സ്റ്റോറേജ് ഫ്രെയിം, പോർട്ടൽ മെത്തേഡ് ആൻഡ് കാൻഡിലിവർ മെത്തേഡ് ഫോർ ലാറ്ററൽ ലോഡ് അനാലിസിസ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡ് ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ച നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡിൻ്റെ ലിമിറ്റേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഫ് ദ ഹൈറ്റ് ഓഫ് കോളം ഇൻ എ ഫ്ലോർ ഈസ് ഡിഫറെൻറ്റ് വി ക്യാൻ അനലൈസ് ദ ഫ്രെയിം യൂസിങ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡ്. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ ഫ്ലോറിൻ്റെ കോളം ഹൈറ്റ് സെയിം ആയിരിക്കണം. ഹൈറ്റ് ഡിഫറെൻ്റ് ആണെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. സ്വേ ഓഫ് ദ സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം ഈസ് ഇഗ്നോർഡ് ഈവൻ ഡ്യൂറിങ് അൺസിമെട്രിക്കൽ ലോഡിങ്. അൺസിമെട്രിക്കൽ ലോഡിങ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് സ്വേ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡിൽ കോളം ഹൈറ്റ് ഡിഫറെൻ്റ് ആണെങ്കിൽ അനലൈസ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ സ്വേ കണ്ടീഷനും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല. ഇതായിരുന്നു സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡിൻ്റെ രണ്ട് പ്രശ്നങ്ങൾ. അടുത്തത് അപ്രോക്സിമേറ്റ് മെത്തേഡ് ഓഫ് അനാലിസിസ് ഓഫ് ലാറ്ററൽ ലോഡ്സ് ഫോർ മൾട്ടി സ്റ്റോറേജ് ഫ്രെയിം. അപ്പോൾ മൾട്ടി സ്റ്റോറേജ് ഫ്രെയിമിൽ ലാറ്ററൽ ലോഡ്സ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലോഡ്സ് വരുമ്പോൾ ഉള്ള അനാലിസിസ് ആണ്. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് നമ്മുടെ പോർട്ടൽ മെത്തേഡ്. ഇപ്പോൾ പോർട്ടൽ മെത്തേഡിൽ നമുക്കുള്ള അസംഷൻസ് എന്തൊക്കെയാണെന്നാണ് ആദ്യം നോക്കുന്നത്. ദ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്സേഴ്സ് ആർ ലൊക്കേറ്റഡ് അറ്റ് ദ മിഡ് ഹൈറ്റ് ഓഫ് കോളം എബോവ് ദ ഫസ്റ്റ് ഫ്ലോർ. ഇഫ് ദ ബേസ് ഓഫ് ദ കോളം ഈസ് ഫിക്സ്ഡ് ദ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്സർ ഈസ് അസ്യൂംഡ് അറ്റ് ദ മിഡ് ഹൈറ്റ് ഓഫ് ദ ഗ്രൗണ്ട് ഫ്ലോർ കോളം ഹൈറ്റ്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോളം മെമ്പേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്സർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇപ്പോൾ നമ്മളൊരു ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ അത് സൈൻ ചേഞ്ച് ചെയ്യും അല്ലേ, പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് സൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ ആ കിട്ടുന്ന പോയിന്റ് ഏത് പോയിന്റിലാണോ അത് ആ സൈൻ ചേഞ്ച് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്സർ എന്ന് പറയുന്നത്. അപ്പോൾ കോളംസ് എടുത്താലും ഫസ്റ്റ് ഫ്ലോർ എടുത്താലും ഗ്രൗണ്ട് ഫ്ലോർ എടുത്താലും കോളത്തിൻ്റെ മിഡ് ഹൈറ്റിലായിരിക്കും, അതായത് കോളത്തിൻ്റെ മിഡ് പോയിന്റിലായിരിക്കും ഈ ഒരു പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്സർ ആക്ട് ചെയ്യുന്നത്. ദ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്സർ ഒക്കേഴ്സ് അറ്റ് ദ മിഡ് സ്പാൻ ഓഫ് ദ ബീം ഓൾസോ. ബീം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതുപോലെ എ ബി എന്ന് പറഞ്ഞൊരു ബീം എടുത്താലും ഇതിൻ്റെ അകത്ത് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്സർ വരുന്നത് മിഡ് സ്പാനിലായിരിക്കും. അതായത് ഇതിൻ്റെ എക്സാക്ട്ലി ഇതിപ്പോൾ 8 മീറ്റർ ആണെങ്കിൽ എക്സാക്ട്ലി ഇതിൻ്റെ നടുക്കായിരിക്കും വരുന്നത്. ഈ ഒരു പോയിന്റിലായിരിക്കും അതിൻ്റെ ആ ഒരു പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്സർ സംഭവിക്കുന്നത്. അപ്പോൾ കോളം ആണെങ്കിൽ മിഡ് ഹൈറ്റിലും ബീം ആണെങ്കിൽ മിഡ് സ്പാനിലും, അതായത് സെൻട്രൽ പോയിന്റിലായിരിക്കും പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്സർ വരുന്നത്. Third assumption, the total horizontal shear, that is lateral force, at any floor is distributed along the columns of that floor such that the exterior columns carries half the load carried by the interior column. Okay, അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രെയിമിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഷിയർ അല്ലെങ്കിൽ നമുക്ക് ആ ഫ്രെയിമിൽ ആക്ട് ചെയ്യുന്ന ലാറ്ററൽ ഫോഴ്സിനെ ഫ്ലോറിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ആ ഒരു ഫ്രെയിമിൽ ആക്ട് ചെയ്യുന്ന ലാറ്ററൽ ഫോഴ്സിനെ കോളത്തിലേക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 4 കോളം ഉണ്ട് നമ്മുടെ ഫ്രെയിമിൽ, 4 കോളം ഉണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രെയിം എന്ന് വിചാരിച്ചു. ഇത് ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, ഫോർത്ത് കോളം. അപ്പോൾ ടോട്ടൽ ലോഡ് എത്രയാണോ അതിൻ്റെ ഹാഫ് ലോഡ്, ഇപ്പോൾ ടോട്ടൽ 500 ആണെങ്കിൽ അതിൻ്റെ ഹാഫ് ലോഡ് നമ്മൾ എക്സ്റ്റീരിയർ 2 കോളത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇവിടെയും നമ്മൾ പി ആയിട്ട് കൊടുക്കും. എക്സ്റ്റീരിയർ കോളത്തിലും പി ആയിട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ ആ എക്സ്റ്റീരിയർ കോളത്തിൽ നമ്മൾ പി ആയിട്ട് കൊടുക്കും. അതായത് ഇപ്പോൾ ഇതൊരു ഫ്രെയിം ആണെങ്കിൽ മൊത്തം 4 കോളംസ് ആണ് ഇവിടെ ഉള്ളത് അല്ലേ, 4 കോളംസ് ഉണ്ട്, 1 2 3 4. അപ്പോൾ ടോട്ടൽ ലോഡിനെ ഹാഫ് ആക്കിയിട്ട്
എക്സ്റ്റീരിയർ കോളത്തിൽ. അപ്പോൾ 1ഉം 4ഉം ആണ് എക്സ്റ്റീരിയർ കോളം. അപ്പോൾ 1ലും 4ലും നമ്മൾ P ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ദ ലോഡ് മസ്റ്റ് ബി സോ ദാറ്റ് ദ എക്സ്റ്റീരിയർ കോളം ക്യാരി ദ ഹാഫ് ലോഡ് ക്യാരിഡ് ബൈ ദ ഇൻറ്റീരിയർ കോളം. അങ്ങനെയല്ല, നമ്മൾ ടോട്ടൽ ലോഡിൻ്റെ നേരെ ഹാഫ് നമ്മൾ എന്ത് ചെയ്യും, ടോട്ടൽ ലോഡിൻ്റെ നേരെ ഹാഫ് ഇൻറ്റീരിയർ കോളത്തിൽ കൊടുക്കും. അതായത് ഇവിടെ നമ്മൾ 2P എന്നും പറഞ്ഞ് നേരെ ഹാഫ് ലോഡ് ഇവിടെ കൊടുക്കും. എന്നിട്ട് ഈ ഇൻറ്റീരിയർ കോളത്തിൽ കൊടുത്ത ലോഡിൻ്റെ നേരെ ഹാഫ് ആയിരിക്കും എക്സ്റ്റീരിയർ കോളത്തിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട രീതി ഇതാണ്. മൊത്തത്തിൽ തന്നേക്കുന്ന എക്സ്റ്റീരിയർ ലാറ്ററൽ ലോഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ഇൻറ്റീരിയർ കോളത്തിൽ കൊടുക്കേണ്ട ലോഡിൻ്റെ നേരെ ഹാഫ് മാത്രമായിരിക്കും എക്സ്റ്റീരിയർ കോളത്തിലേക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഇൻറ്റീരിയർ കോളം ഇപ്പോൾ ഇവിടെ 1, 2 രണ്ടെണ്ണേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ 2P എന്നും പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എക്സ്റ്റീരിയർ കോളത്തിൽ P എന്നുള്ള രീതിയിലായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഇത് കറക്റ്റായിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ലാസ്റ്റ് അസംഷൻ, ഹൊറിസോണ്ടൽ ഫോഴ്സസ് ആർ അസ്യൂംഡ് ടു ആക്ട് ഓൺലി അറ്റ് ദ ജോയിൻറ്റ്സ്. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സുകൾ ജോയിൻറ്റുകളിൽ മാത്രമായിരിക്കും വരുന്നത്. ഇത്രയാണ് നമ്മുടെ പോർട്ടൽ മെത്തേഡിൽ വരുന്ന അസംഷൻസ് എന്ന് പറഞ്ഞാൽ. അടുത്തൊരു എക്സ്ട്രാ ഒരു നോട്ടുണ്ട്. ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ ലോ എലിവേഷൻ യൂണിഫോം ഫ്രെയിമിംഗ്. അപ്പോൾ ഈ ഒരു പോർട്ടൽ മെത്തേഡ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് ലോ എലിവേഷനുള്ള, ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള, യൂണിഫോം ആയിട്ടുള്ള, അതായത് ഒരേ ഹൈറ്റുള്ള ഫ്രെയിമിങ്സിനാണ് വരുന്നത്. യൂണിഫോം എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോറിൽ തന്നെ സെയിം ഹൈറ്റ് വരുന്ന ഫ്രെയിമിങ്സിനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത പ്രൊസീജിയർ ജസ്റ്റ് റഫായിട്ടേ പറഞ്ഞിട്ടുള്ളൂ. പ്രൊസീജിയർ ഓഫ് അനാലിസിസ് ഓഫ് ഫ്രെയിംസ് ബൈ പോർട്ടൽ മെത്തേഡിൽ നമ്മൾ ഒരു ഫ്രെയിമിനെ അനലൈസ് ചെയ്യുമ്പോൾ വരുന്ന സ്റ്റെപ്പുകൾ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ഹൊറിസോണ്ടൽ ഷിയർ ഇൻ കോളം. തന്നേക്കുന്ന എക്സ്റ്റേണൽ ലാറ്ററൽ ലോഡ് വെച്ചിട്ട് ഓരോ കോളത്തിലും എത്ര ഹൊറിസോണ്ടൽ ഷിയർ ആക്ട് ചെയ്യുമെന്ന് കണ്ടുപിടിക്കണം. സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കണ്ടുപിടിച്ച ഹൊറിസോണ്ടൽ ഷിയർ ഡയഗ്രാം വരയ്ക്കുക. കോളത്തിൽ ആക്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഷിയർ കണ്ടുപിടിച്ചു. സെക്കൻഡ് സ്റ്റെപ്പിൽ ഡ്രോ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. കോളത്തിൽ ആക്ട് ചെയ്യുന്ന ഈ ഹൊറിസോണ്ടൽ ഷിയർ വെച്ചിട്ടുള്ള ഡയഗ്രാം വരയ്ക്കുക. അടുത്ത സ്റ്റെപ്പ് നമ്പർ 3, കാൽക്കുലേറ്റ് മൊമെൻറ്റ് അറ്റ് എൻഡ് ഓഫ് ദ കോളം. കോളത്തിലുള്ള മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. കോളത്തിലുള്ള മൊമെൻറ്റ് നമ്മൾ ക്യാപിറ്റൽ M എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ഇനി സ്റ്റെപ്പ് നമ്പർ 4 കോളത്തിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുക. അടുത്ത സ്റ്റെപ്പ് നമ്പർ 5 ആണ്. സ്റ്റെപ്പ് നമ്പർ 5 കാൽക്കുലേറ്റ് മൊമെൻറ്റ്സ് അറ്റ് ദി എൻഡ് ഓഫ് ബീം മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനെ നമ്മൾ സ്മോൾ m എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. സ്റ്റെപ്പ് നമ്പർ 6 എന്ന് പറയുമ്പോൾ ഡ്രോ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഓഫ് ബീം. അടുത്തത് സ്റ്റെപ്പ് നമ്പർ 7, കാൽക്കുലേറ്റ് ഷിയർ ഫോഴ്സ് ഇൻ ബീമിലുള്ള ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുക. അതിന് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ F എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ബീമിൻ്റെ രണ്ട് എൻഡിലും ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുക. സ്റ്റെപ്പ് നമ്പർ 8 ഡ്രോ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഓഫ് ബീം. ഓക്കെ, ഇനി ഫൈനലി നമുക്ക് സ്റ്റെപ്പ് നമ്പർ 9 കോളത്തിൽ ആക്ട് ചെയ്യുന്ന ആക്സിയൽ ഫോഴ്സ് കണ്ടുപിടിക്കുക. ഓരോ കോളത്തിലും ആക്ട് ചെയ്യുന്ന ആക്സിയൽ ഫോഴ്സ് കണ്ടുപിടിക്കുക. അതിന് നമ്മൾ ക്യാപിറ്റൽ A എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ഫൈനലി നമ്മൾ അതിൻ്റെ ആക്സിയൽ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുക. ഈ രീതിയിലാണ് നമ്മൾ പോർട്ടൽ മെത്തേഡ് വെച്ചിട്ട് ഒരു ഫ്രെയിമിനെ അനലൈസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പോർട്ടൽ മെത്തേഡിൻ്റെ അസംഷൻസ് വളരെ ഷോർട്ടാക്കി പറഞ്ഞേക്കുന്നതാണ്. അതേപോലെ സ്റ്റെപ്സ് നമ്മളിപ്പോൾ പറഞ്ഞ സ്റ്റെപ്സ് തന്നെ ഫോളോ ചെയ്യാം. അടുത്തതൊരു ചെറിയൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രൈബ് അബൌട്ട് ദ വിൻഡ് അനാലിസിസ് ഓഫ് മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗ് ഫോർ ലാറ്ററൽ ഓർ ഹൊറിസോണ്ടൽ ലോഡ്സ്. The wind analysis of multi-story buildings for lateral or horizontal loads involve assessing the structure's response to wind forces. അപ്പോൾ ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിൽ വിൻഡ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്ററൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലോഡ്സ്, ഒരു വിൻഡ് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ആ ഒരു സ്ട്രക്ചറിൻ്റെ ലാറ്ററൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലോഡ്സ് ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റെസ്പോൺസ് ആണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. The engineers use methods like wind tunnel testing or computational simulations to determine the wind-induced loads on the building. അപ്പോൾ നമ്മൾ എൻജിനീയേഴ്സ് വിൻഡ് ടണൽ ടെസ്റ്റിംഗ് വഴിയോ അല്ലെങ്കിൽ കോമ്പ്യൂട്ടേഷണൽ സിമുലേഷൻസ് വഴി ഈ വിൻഡ് കൊണ്ടുണ്ടാകുന്ന ബിൽഡിങ്ങിലുണ്ടാകുന്ന ലോഡ്സൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ദിസ് അനാലിസിസ് കൺസിഡർ ഫാക്ടേഴ്സ് സച്ച് എസ് വിൻഡ് സ്പീഡ് ഡയറക്ഷൻ ആൻഡ് ദ ബിൽഡിംഗ് ജോമെട്രി ടു കാൽക്കുലേറ്റ് ലാറ്ററൽ ഫോഴ്സ് ആൻഡ് മൊമെൻറ്റ്സ്. അപ്പോൾ ഈ അനാലിസിസിൽ നമ്മൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ വിൻഡിൻ്റെ സ്പീഡിൻ്റെ ഡയറക്ഷൻ, അതേപോലെ ബിൽഡിങ്ങിൻ്റെ ജോമെട്രി. ഇത് വെച്ചിട്ടാണ് നമ്മൾ ബിൽഡിങ്ങിൽ ആക്ട് ചെയ്യുന്ന ലാറ്ററൽ ഫോഴ്സും ഓരോ മൊമെൻറ്റ്സും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സ്ട്രക്ചറൽ എലമെൻറ്റ്സ് ലൈക്ക് ഷിയർ വോൾസ്, bracing systems are designed to resist the lateral loads, ensuring the stability and safety of the building against the wind-induced effects. ഈ രീതിയിൽ നമുക്ക് ഓരോ ബിൽഡിങ്ങിലെയും വിൻഡും എർത്ത് ക്വേക്കും കൊണ്ടുണ്ടാകുന്ന എഫക്റ്റുകൾ അനാലിസിസ് ചെയ്തിട്ട് ഓരോ ബിൽഡിങ്ങിലെയും
ഈ വിൻഡ് ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന ലാറ്ററൽ ലോഡ്സും മൊമെൻസും ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണലായിട്ട് നമുക്കൊരു ബിൽഡിങ്ങിൻ്റെ സ്റ്റെബിലിറ്റിക്കും സേഫ്റ്റിക്കും വേണ്ടിയിട്ട് ഷിയർ വോൾസ് പ്രൊവൈഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യാം, എക്സ്ട്രാ ബ്രേസിംഗ് സിസ്റ്റംസ് പ്രൊവൈഡ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ആ ഒരു എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിനെ നമുക്ക് സ്റ്റേബിളും സേഫുമായിട്ട് നിർത്താൻ പറ്റും, ഏതിന്, വിൻഡിനും എർത്ത് ക്വേക്കിനും എഗെയിൻസ്റ്റ് ആയിട്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യാം.